ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നോക്കൂ, ഇൻട്രസ്റ്റഡ് അല്ല. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഹോപ്പ് യു ഗൈസ് ഓൾ വുഡ് ലൈക്ക് ഇറ്റ്. കുറേ കാലമായി നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. സോ നമുക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. ഫ്രൈഡേ. അപ്പോൾ ആദ്യം ഉച്ചയ്ക്ക് നേരത്തെ എത്തും. ആദ്യക്ക് 11:30 വരെ ഇങ്ങനെ ഡ്യൂട്ടിയുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവരെനിക്കൊന്നും എല്ലാവരും കൊലീഗ്സ് എല്ലാവരും ലഞ്ചിന് പോകുന്നുണ്ട്. സോ ആദ്യം കുറച്ച് ലേറ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെയാണ് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്ത് കൂട്ടാൻ പോകുന്നത് എന്നുള്ളതാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള കാരണമാണ് വർക്കിംഗ് ഡേ. ലൈഫ് അപ്ഡേറ്റ് ദറ്റ് നോബഡി ആസ്ക്ഡ് ഫോർ. ഞാൻ എൻ്റെ കറൻറ്റ് ജോബിൽ നിന്ന് റിസൈൻ ചെയ്തു. അതിൻ്റെ എന്താ പറയുക ഭാഗമായിട്ട് എനിക്ക് കുറച്ച് ഓഫ് ഡേയ്സ് ഉണ്ട്. എനിക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഐ ഹാവ് എ ഫ്യൂ ഡേയ്സ് വിത്ത് മീ. അപ്പോൾ ഐ തോട്ട് മൈ നോട്ട് ചിൽ അറ്റ് ഹോം. എനിക്ക് ആഗ്രഹമുണ്ട്, നമ്മളിപ്പോഴത്തെ എല്ലാവരും പറയുന്ന പോലെ ഞാൻ എൻ്റെ പാഷന് വേണ്ടിയിട്ട് ഞാൻ ജോബൊക്കെ റിസൈൻ ചെയ്തിട്ട് ഞാനൊരു ഫുൾ ടൈം കോണ്ടൻറ് ക്രിയേറ്ററാണ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറാണെന്നൊക്കെ പറയാൻ. പക്ഷെ ഞാൻ ഇതുവരെ ആ ഒരു സ്റ്റേജിലെത്തിയിട്ടില്ല വേർ ഐ എം കംഫർട്ടബിൾ ലീവിങ് മൈ full-time job and then focusing on something like this maybe someday in the future. ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഇന്നലെ രാത്രി നമ്മൾ വാഷ് ചെയ്ത് വെച്ച പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇനി അതാത് സ്ഥാനത്ത് എടുത്ത് വെക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കണം. പിന്നെ കുറേ ദിവസമായിട്ട് എനിക്കിങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇത്. ഞാനൊരു പ്രോപ്പർ തലശ്ശേരിക്കാരിയാണ്. അപ്പോൾ എന്താ പറയുക, 2 ആഴ്ചയിലും കൂടുമ്പോൾ മറ്റേ ബിരിയാണി കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു അസ്വസ്ഥത പോലെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫുഡാണ് ബിരിയാണി. ബിരിയാണി എപ്പോൾ കഴിക്കാൻ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓക്കെ പറയും. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന്. പക്ഷേ ഫൺ ഫാക്ട്, ആദ്യം ഉണ്ടാവില്ല കഴിക്കാൻ. ആദ്യക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യക്ക് കൊലീഗ്സിൻ്റെ കൂടെ നിന്ന് ലഞ്ചുണ്ട്. അപ്പം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ബിരിയാണി ഉണ്ടാക്കി ഞാൻ തന്നെ ഒറ്റയ്ക്ക് കഴിക്കുന്നതാണ്. അപ്പോൾ ബിരിയാണിക്ക് മുന്നേ ഞാൻ പറഞ്ഞില്ലേ, എനിക്കതൊക്കെ കാണിക്കണമെങ്കിൽ കുറച്ച് കിച്ചണൊക്കെ ഇങ്ങനെ ഒതുക്കി എല്ലാം സെറ്റാക്കി വെക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിച്ചണൊക്കെ ഒതുക്കാം. തലേന്ന് കഴുകിയിട്ട് ഉണങ്ങിയ പാത്രമെല്ലാം അതാത് സ്ഥാനത്ത് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പിന്നെ അത് കുക്ക് ചെയ്യുമ്പം അവിടെ ഇവിടെയെല്ലാം മാറിപ്പോയി കഴിഞ്ഞാൽ എനിക്കാകെ ബേജാറാവും. അപ്പോൾ എല്ലാം ഞാൻ അതാത് സ്ഥാനത്തെല്ലാം കയറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ രാത്രി മറ്റേ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ എടുത്തിട്ട് ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് വെച്ചു. അതിന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ്റെ സ്മെല്ല് ഇതായിട്ട് നോക്കും. അപ്പോഴേക്ക് സാഷക്കും കൊക്കോനും ഫുഡ് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ഫുഡ് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ. പോയോ സാഷ ഇവിടുത്തെ ബോസ് ബേബി ആയതുകൊണ്ട് നമ്മൾ ഫുഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആളെ അങ്ങോട്ടേക്ക് ആനയിച്ച് വിട്ടാൽ മാത്രമേ ഫുഡ് കഴിക്കും. പിന്നെ ഒരാൾ അടച്ചു വെച്ചിട്ടാണ് കഴിപ്പിക്കും, അല്ലെങ്കിൽ കൊക്ക വന്നിട്ട് മൊത്തം എടുത്ത്. വർക്കിന് പോകുന്ന സമയത്ത് ഞാൻ രാവിലെ ഓഫീസ് എത്തിയതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കലുണ്ടായത്. അപ്പോൾ ഇപ്പം എന്ന് രാവിലെ ഒറ്റയ്ക്ക് എണീറ്റിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിപ്പോൾ കഴിക്കൽ. അപ്പോൾ ഇന്ന് ബുൾസയും കുറച്ച് സോസേജസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് മറിഞ്ഞിട്ടൊരു ബുൾസൈ കുറേ കാലത്തിന് ശേഷം എനിക്ക് കിട്ടുന്നത്. ആദ്യക്ക് ഒരു യെല്ലോ പാട്ട് ഇങ്ങനെ എന്താ പറയുക ഫ്ലോയി ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ല. ആദ്യം നല്ല പോലെ കുക്കാക്കണം. ബുൾസൈ ആക്കുമ്പോൾ കുറച്ചധികം നേരം തിരിച്ചും മറിച്ചിട്ടുണ്ട്. എനിക്ക് പക്ഷെ ആ കുഴപ്പമില്ല. എനിക്ക് ആ ഒരു റണ്ണി നേച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഞങ്ങളുടെ മൈക്ക് ആക്ച്വലി വർക്ക് ചെയ്യുന്നില്ല. അപ്പം മൈക്കൊന്ന് സെറ്റാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഒച്ചയിൽ പറയുന്നത്. ഈ ഒരു എക്സോസ്റ്റോടൊക്കെ കുറച്ച് കേൾക്കുന്നുണ്ടെന്നൊക്കെ അറിയില്ല. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി കുറച്ച് ടി വി ഒക്കെ കണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കാം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നും ഞാനും ആദ്യം കുറേ പഴയ സിനിമകൾ ഇങ്ങനെ യൂട്യൂബിലിട്ടിട്ട് കാണും. തലയണ മന്ത്രം, അയലത്തെ അദ്ദേഹം, അങ്ങനത്തെ കുറച്ച് പടങ്ങൾ, പഴയ പടങ്ങൾ. അപ്പോൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത പടത്തിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിരുന്ന് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പടം ഈ അയലത്തെ അദ്ദേഹം. എത്ര കണ്ടു കഴിഞ്ഞാലും എനിക്കത് എന്താ പറയുക, ആദ്യം കാണുന്ന അതേ ഒരു ഫീലോടെ ഞാനിപ്പോൾ ആ പടം കാണൽ. നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഇന്നലെ ഒരു പഴയ സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ അയലത്തെ അദ്ദേഹം. എനിക്ക് പഴയ സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ അതിരുന്ന് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പം സമയം 9:30. നമുക്ക് പതുക്കെ എല്ലാം കട്ട് ചെയ്തിട്ടൊക്കെ തുടങ്ങാം. സാധാരണ കുക്കൊക്കെ ഇങ്ങനെ വലിയ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ മൂപ്പരാൾ വന്നിട്ടെല്ലാം കട്ട് ചെയ്യലും അങ്ങനത്തെ പരിപാടിയെല്ലാം ചെയ്തു തരും. അപ്പോൾ ഇന്ന് എനിക്ക് തന്നെ ഉച്ചയ്ക്ക് തിന്നണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഒന്നൊന്നായിട്ട് ഓരോന്നും ചെയ്തു തുടങ്ങാം. ആക്ച്വലി ബിരിയാണിക്ക് നല്ലത് മറ്റേ എന്താണ് ജീരകശാല ആ അരിയാന്നാ പറയുക. എൻ്റെ അതില്ല. നമ്മളിവിടെ ചോറ് വെക്കുന്നത് വളരെ വളരെ കുറവായതുകൊണ്ട് എൻ്റെ ഇപ്പോൾ മറ്റേ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ്. ഞാൻ ആക്ച്വലി കുറേ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാനങ്ങനെ കുക്കിങ്ങിൻ്റെ ഒരാളല്ല. എനിക്കങ്ങനെ കുക്ക് ചെയ്യുന്നതൊന്നും വലുതായിട്ട് ഞാനങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമില്ല. ഞങ്ങൾ രണ്ടുപേരും ആ കാര്യത്തിൽ എന്താ പറയുക ചക്കിക്കൊത്ത ചങ്കരന്മാരാ. എന്താ എന്താണ് ചിക്ക ആയാ തരും. ഇതൊരു ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. എൻ്റെ അമ്മേനോടും പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവളുടെ വീട്ടിൽ ഞാൻ ഹിബയുടെ വീട്ടിൽ പോകുമ്പോൾ അവൾ ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി ഉണ്ട്. ഞാൻ എപ്പോഴും എന്താ പറയുക ഈദിൻ്റെ സമയത്തെല്ലോ ഞാൻ ഓളെ വീട്ടിലായിരിക്കും. കാരണം ആ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാലും ഞാൻ എവിടെ പോയിട്ടില്ലെങ്കിലും എനിക്ക് ആക്കൊണ്ട് 2 വീടുകളും നാട്ടിൽ പോയി കഴിഞ്ഞാൽ പോകാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ, ഒന്ന് എൻ്റെ ഫ്രണ്ട് എന്നു പിന്നെ ഒന്ന് ഹിബ. അപ്പോൾ ഹിബൻ്റെ വീട്ടിൽ മെയിനായിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നെക്കാളും കൂടുതൽ ഉത്സാഹം ആദ്യിക്കാതെ, കാരണം അവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി. പിന്നെ തലശ്ശേരിക്കാരെ ഫുഡ് ഞാൻ അങ്ങനെ എടുത്ത് പറയണ്ടല്ലോ. അപ്പം ഞാൻ ഇന്നലെ ഓളോടും എന്താ പറയുക റെസിപ്പി എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മിക്സ് ഓഫ് എൻ്റെ അമ്മേൻ്റെയും ഓളുടെയും ഒരു ബിരിയാണിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഹോപ്പ്ഫുള്ളി നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അതിനുള്ള സാധനങ്ങളെല്ലാം മെല്ലെ കട്ട് ചെയ്യാൻ തുടങ്ങാം. ഞാൻ ഒറ്റക്ക് കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യമാണ് ഉള്ളി മുറിക്കുക എന്ന് പറയുന്നത്. ആദ്യം ഉണ്ടാകുമ്പോൾ എപ്പോൾ ഈ ഉള്ളി മുറിക്കുന്ന ജോലി ഞാൻ എപ്പോൾ ആദ്യക്കാന്ന് കൊടുക്കൽ. അത് നല്ല വൃത്തിക്ക് മുറിച്ച് തരുകയും ചെയ്യും. ഇത്ര എന്നെപ്പോലെ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുകയില്ല. അപ്പോൾ ഞാൻ ആ ഉള്ളിയെല്ലാം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ട് മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക കണ്ണിന്ന് വെള്ളം വരുന്ന കുറയുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ട് അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അരിയാൻ നിന്ന് മെല്ലെ ഇനി അരിയാൻ തുടങ്ങാം. സമയം കറക്റ്റ് 10 മണി. ഒരു 10:30 10:45 ആകുമ്പോൾ നമുക്കെല്ലാം മുറിച്ച് എല്ലാം സെറ്റാക്കി വെക്കാം. ഞാനൊരു 10-20 മിനിറ്റ് ഉള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് 2ആയി മുറിച്ചിട്ടേനു ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുറിക്കുമ്പോൾ എനിക്ക് അത്ര കണ്ണിന്ന് വെള്ളം വരുന്ന പോലത്തെ ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടുണ്ടായിട്ടില്ല. പല രീതിക്ക് ഉള്ളി മുറിക്കേണ്ടിയിരുന്ന്, മറ്റേ ഒന്ന് കുറച്ച് എന്താ പറയുക തിന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട്, പിന്നെ ചോറിന്, അങ്ങനെ 3 സെറ്റ് ഉള്ളി മുറിക്കണേനു. ഞാൻ ഈ പണിയെല്ലാം ചെയ്യുമ്പോൾ കൊക്കോ ഇങ്ങനെ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്താ ചെയ്യുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. പാവോ ആ ഇരിക്കുന്നത്. ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചിക്കൻ കഴുകുന്നതിൻ്റെ സ്മെല്ല് കേട്ടിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര പാവം തോന്നി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാലഡിലേക്കുള്ള ഉള്ളി ചോപ്പറിൽ വെച്ചിട്ട് ചെറുതായിട്ടാണ് അരിഞ്ഞത്. അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഉപ്പും തൈരും എല്ലാം ഇട്ടിട്ട് ഞാൻ ആദ്യം സാലഡ് ഉണ്ടാക്കിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് എല്ലാം കൂടിയിട്ട് എന്നോട് ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ ഞാൻ ആ പണി ആദ്യം തന്നെ ചെയ്ത് വെച്ചു. സോ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഭയങ്കര കുറവാണ്. ഉള്ളി മസാലയ്ക്ക് വേണ്ടിയിട്ട്, ഒരു തക്കാളി, കറിവേപ്പില, പിന്നെ ഉള്ളി ഫ്രൈ ചെയ്യാൻ ചോറിലേക്ക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഞാൻ ഫ്രഷ് കട്ട് ചിക്കനേനും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബിരിയാണിക്കുള്ള പീസസിൻ്റെ വലിപ്പത്തിലായിരുന്നില്ല അതുണ്ടായിരുന്നു, ഭയങ്കര വലുതേനു. അപ്പോൾ ഞാൻ അതെല്ലാം ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനകത്തേക്ക് കുറച്ച് ഉപ്പ്, അവസാനമായി ശേഷിക്കുന്ന കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചില്ലി പൗഡർ. എനിക്കിതിനൊന്നൊരു കണക്കില്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു മനക്കണക്ക് വെച്ചിട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ റെഡിയാവും. കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന തൈരില്ല, അപ്പോൾ ഒരു 2-3 ടീസ്പൂൺ തൈര് നമ്മൾ നേരത്തെ ആക്കി വെച്ച മസാല ഉണ്ടാവില്ലേ ചിക്കനിൽ, അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തൊരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം.
ഈ സമയത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്ത് വെക്കുക. അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പിന്നെ ഉള്ളി, ഇതെല്ലാം നമ്മൾ മാറ്റി വെക്കുക. എനിക്ക് ആക്ച്വലി കിസ്മിസ് അധികം ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് കുറച്ചും അണ്ടിപ്പരിപ്പ് വളരെ കൂടുതലും ഇട്ടത്. കാരണം എപ്പോഴും ബിരിയാണിയിലിട്ട് അണ്ടിപ്പരിപ്പിന് ഇവിടുന്ന് ഞാനും ആദ്യം അടിയായിരിക്കും. പിന്നെ ഉള്ളിയും എനിക്കിങ്ങനെ ഫ്രൈ ചെയ്ത് നെയ്യിൽ ഫ്രൈ ചെയ്ത ഉള്ളി എനിക്കിങ്ങനെ വെറുതെ ബിരിയാണിയിൽ നിന്ന് ഇങ്ങനെ തിന്നാൻ ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാനിൽ ഓയിൽ ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് ഓയിൽ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ഗാർലിക്ക് അത് ആദ്യം മൂപ്പിക്കാനിടുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഉള്ളി ഇടുക. കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വാട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വാടും എന്ന് പറയുന്നേക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ മല്ലിയില, പുതിനയില, തക്കാളി ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റുക. കുറച്ച് നേരം അത് നല്ലോണം വഴറ്റുമ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിലായി കിട്ടും. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇടുക. അതിനകത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ കിടന്ന് വെന്തോളും. ഈ സമയത്ത് നമ്മൾ ചോറും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉള്ളിയുടെ കഷ്ണങ്ങൾ കുറച്ച് വലുതായ പോലെ എനിക്കും തോന്നുന്നുണ്ട്, പക്ഷേ സാരമില്ല. അപ്പോൾ ചിക്കനും ചോറും ഏകദേശം ഒരേ ടൈമിൽ തന്നെ സെറ്റാവും. ഈ സമയത്ത് ഞാൻ ഫോൺ വിളിച്ചിട്ട് അമ്മക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ ഏതൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അമ്മ തലേന്നേ എനിക്ക് വോയിസ് നോട്ടും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടെങ്കിലും എനിക്ക് എന്നാലും എന്താ പറയുക, അമ്മയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു തൃപ്തി വരുന്നുള്ളൂ. ഇത് ഭയങ്കര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ്. അധികം സാധനമൊന്നും നമുക്ക് ആവശ്യമില്ല, നമ്മളെ വീട്ടിലെന്നും ഉണ്ടാകുന്ന കുറച്ച് സാധനം മാത്രം മതി. ഏറ്റവും ലാസ്റ്റ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഫ്രൈഡ് ഓണിയൻ, പിന്നെ കുറച്ച് പുതിനയും മിൻറ്റ് ലീവ്സും കൂടി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. നമ്മുടെ ബിരിയാണീൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ബിരിയാണി അത്യാവശ്യം നല്ലപോലെ സമയം കളഞ്ഞതുകൊണ്ട് ക്ഷീണമാകും. കുറച്ച് നേരം പോയിട്ട് റെസ്റ്റ് ചെയ്യട്ടെ. കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള മെയിൻ പരിപാടി ഈ ക്ലീനിങ് ആണ്. അപ്പോൾ പാത്രങ്ങളെല്ലാം ഒരു ലോഡ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം സമയം നിന്ന് എല്ലാം കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള പരിപാടിയാണ് അടുക്കള ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വാരൽ. താഴെ ചെറിയ ഉള്ളീൻ്റെയും മറ്റേ വെളുത്തുള്ളിൻ്റെയും എല്ലാം ഈ തോലെല്ലാം വീണ് കിടക്കുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ ജസ്റ്റ് ഒന്ന് എനിക്ക് ഹോളും ബെഡ്റൂമും ഒക്കെ ഒന്ന് വാക്വം വെക്കണേനു. സാഷയുടെയും കൊക്കോടെയൊക്കെ മുടിയും പിന്നെ ക്രിസ്മസ് ട്രീന്ന് വീണ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സ് ഇന്നലെ ആറിയിട്ടതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണം നോക്കിയപ്പം ബെഡിൽ ഇവർ രണ്ടുപേരും നല്ല സുഖസുന്ദരമായ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി സ്കിൻ കെയർ പരിപാടി ചെയ്യണം, ഡ്രസ്സുകൾ മടക്കി വയ്ക്കണം, അങ്ങനത്തെ ചില്ലറ കുറച്ച് പരിപാടികളുണ്ട് ഇതിനെ പറ്റി. സ്ഥിരമായിട്ടുള്ള സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഡ്രസ്സ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതെല്ലാം മടക്കി അതാത് ആൾക്കാരുടെ കബേർഡിലൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കൂടെ ഉണ്ടെങ്കിൽ ആദ്യം മടക്കി തരും, ഞാൻ കബേർഡിലെല്ലാം അതാത് സ്ഥാനത്ത് എടുത്ത് വെക്കും. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു റുട്ടീൻ ഉണ്ടായാൽ. പക്ഷെ ഇന്നെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ടായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലപോലെ വിശക്കാൻ തുടങ്ങി. അപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ബിരിയാണിയല്ലേ, അപ്പോൾ അത് കഴിച്ചു. അമ്മയുടെ അത്ര ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത പോലെ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ റെസിപ്പി ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്, അപ്പം എനിക്കിഷ്ടപ്പെട്ടു. ഇനി ആദ്യം വന്നിട്ട് നോക്കണം. എൻ്റെ ബിരിയാണിയുടെ സ്മെല്ല് ഇട്ടിട്ട് സഹിക്കാനാവാതെ ടേസ്റ്റ് ചെയ്യുന്നു. വേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റക്ക് നിന്ന് ആദ്യം എപ്പോഴും എന്നെ കളിയാക്കി പറയാം എനിക്ക് അടുക്കലും ഒതുക്കലും ഒരു പ്രാന്ത് പോലെയാണ് ചില സമയത്ത്. ശരിക്കും കറക്റ്റാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്രാന്ത് എൻ്റെ ഒരു കിച്ചൺ കൗണ്ടറായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ യൂഷ്വലി ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നതിന്. അപ്പോൾ ഇന്നത് അലങ്കോലപ്പെട്ട് കണ്ടപ്പോൾ ഞാൻ എല്ലാം ഒന്നും കൂടി എടുത്ത് പുറത്തേക്ക് വെച്ച് വീണ്ടും ഒന്ന് എന്താ പറയുക കുറച്ച് വൃത്തിക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾ സെറ്റ്. കുറേ ദിവസമായിട്ട് എനിക്ക് ക്യാരറ്റ് ഹൽവ തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ക്രേവിങ്. അപ്പോൾ ഇവിടെ ക്യാരറ്റ് ഉണ്ടാക്കി കുറച്ച് സ്വന്തമായിട്ട് ഇന്ന് ഫുള്ള് എന്താ പറയുക, ഇന്ന് എൻ്റെ ഒരു സെൽഫ് ലവ് ഡേ ആണെന്ന് തോന്നുന്നു. സ്വന്തമായിട്ട് ഉണ്ടാക്കുക, സ്വന്തമായിട്ട് കഴിക്കുക. അതിന് ആക്ച്വലി ഭയങ്കര നല്ലൊരു എന്താ പറയുക ഒരു ഫീലിംഗ് ഉണ്ട്. ഇത്രയും കാലം വെച്ചാൽ നമുക്ക് നല്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞാലായിരിക്കും നമുക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുക്കിംഗ് ഒട്ടും എൻജോയ് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് എന്തെങ്കിലും തിന്നണമെങ്കിൽ ഞാൻ തന്നെ അത് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ എനിക്ക് ഒരു എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് ഹാപ്പിനെസ്. ഇന്ന് അമ്മേനെ ഇങ്ങനെ ഫോൺ എടുക്കാൻ അമ്മ പറയും ഇപ്പം കുക്കിംഗ് ഇഷ്ടമല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും വേണം തോന്നുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഉണ്ടാക്കാൻ പഠിക്കണം. അതാകുമ്പോൾ പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും എത്രയോ എന്താ പറയുക ഒരു തൃപ്തി കിട്ടുമെന്ന്. മമ്മി ഓൾവേസ് റൈറ്റ്. അങ്ങനെ ഇന്നത്തെ കുക്കിംഗ് കലാപരിപാടി ക്യാരറ്റ് ഹൽവയോടുകൂടി ഞാൻ നിർത്തിയിരിക്കുന്നു. കാരണം കുറച്ചധികം നേരമായെന്ന് തോന്നുന്നു ഇന്ന് കിച്ചണിൽ നിന്നിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആദ്യം ഞാനും കൂടിയിട്ട് ഈ വീക്കിൽ നമുക്ക് ഗ്രോസറി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രോസറി എടുക്കാൻ പോയി.
എൻ്റെ ചെക്കന് പിന്നെ ഇഷ്ടം ഗ്രോസറി എന്ന് പറയുമ്പോൾ ചിപ്സും ചോക്ലേറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് വേണ്ട പൊടികളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൊന്ന് കാണിച്ച ചെറിയ കുട്ടി, ഞങ്ങൾ യൂഷ്വലി വീക്ക്ലി ആണ് ഗ്രോസറി മേടിക്കൽ. അത് അധികവും നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടാണ് മേടിക്കലുണ്ടായി. പക്ഷേ ഇപ്രാവശ്യം എന്തോ പോയി മേടിക്കാൻ തോന്നി. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഒരാൾക്ക് വയറിന്ന് എന്താ പറയുക വിശപ്പിൻ്റെ വിളി ഇങ്ങനെ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു ചായക്കടി വാങ്ങി കഴിച്ചു. ചിക്കൻ വടയേനു കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ആദ്യക്ക് കുഴപ്പമില്ല, നല്ല ഇഷ്ടമായി. സാധനം മേടിച്ച് വന്നു. ഇനി ഇതെല്ലാം എടുത്തു വെക്കണം. അപ്പം എല്ലാ സാധനം എടുത്തു വെച്ചില്ല എനിക്കൊരു തൃപ്തികരമാവില്ല. നമുക്കെല്ലാം എടുത്തു വെക്കാം. ഇന്ന് മേടിച്ച ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം പ്രോപ്പറായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്തും എൻ്റെ കൂടെ കൊക്കോ ഉണ്ടായിരുന്നു. ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് ഓർഗനൈസർ ബോക്സസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിനേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്തും ബാക്കി വരുന്ന ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് അടച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാണാനും കുറച്ചൊന്ന് നീറ്റായിട്ടിരിക്കും നമ്മൾ അങ്ങനത്തേനൊക്കെ വെക്കുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൾസസൊക്കെ റീസ്റ്റോക്ക് ചെയ്യേണ്ടതൊക്കെ ഞാൻ റീസ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ഓട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലത്തെ കണ്ടെയ്നേഴ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചാട പൊന്നോ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഫീറ്റ് ജോലിയില്ലാത്ത സമയം. അപ്പം hope you guys enjoyed this. So till we meet again with another video, toodles.